ഹലോ ഹായ്. ഞാൻ ഇന്നേ ഒരു കിഴങ്ങ് വർഗത്തിൻ്റെ വീഡിയോയാണ്. ഇത് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ. ഇത് കഴിക്കാൻ എല്ലാവർക്കും പേടിയാണ്. സ്വീറ്റ് പൊട്ടറ്റോ ഷുഗറുള്ളവർക്ക്, കിഴങ്ങ് വർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ഷുഗറുള്ളവർക്ക് പറ്റിയാലെന്ന് നമ്മൾ പൊതുവെ പറയും. പക്ഷേ ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് സ്വീറ്റ് പൊട്ടറ്റോ. അതിനകത്ത് വൈറ്റമിൻ എ, സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ചർമ്മമൊക്കെ ചുക്കിച്ചുളിയത്തില്ലേ, അതൊന്നും ഇല്ലാതെ വരും. പിന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ലതാണ്. വൈറ്റമിൻ എയും സിയും ഒക്കെ, സി നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിഴങ്ങ് വർഗ്ഗം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത്? കപ്പയൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട്. നമുക്ക് ഓരോ ക്ലാസ്, ഞങ്ങൾക്ക് അംഗൻവാടിക്കാർക്ക് കുറേ ക്ലാസ്സൊക്കെ തരും, ഡയറ്റീഷ്യൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് മധുരക്കിഴങ്ങ് കഴിക്കാമെന്ന് ഷുഗർ പേഷ്യൻസിന്. അപ്പോൾ ഒരുപാടല്ല, ഈ ഒരു കഷ്ണമൊക്കെ ഞാൻ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. എനിക്ക് ഷുഗർ ഇല്ല ഇതുവരെ, എന്നാലും അതങ്ങനെ കഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത് പുഴുങ്ങി ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇതന്നേരം ഷുഗറുകാർക്കൊക്കെ കഴിക്കാം. കിഴങ്ങ് വർഗ്ഗം കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരാരാ ഉള്ളതല്ലേ? അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ. മധുരക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ്, ഞങ്ങളിവിടെ കപ്പക്കിഴങ്ങെന്നും ഒക്കെ പറയും ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും. ഒരുപാടൊന്നും അല്ല, ഇതുപോലെ ഒരു കഷ്ണമൊക്കെ കൊതിക്ക് വേണ്ടിയിട്ട്. പിന്നെ കപ്പയൊക്കെ ആണെങ്കിലും മരച്ചീനി എന്ന് പറയുന്നത്, നിങ്ങൾ മരച്ചീനി എന്നായിരിക്കും, ഞങ്ങൾ കപ്പയെന്ന് തന്നെ പറയുന്നത്. കപ്പയൊക്കെ ആണെങ്കിലും കഴിക്കാം നമുക്ക്. അത് വേവിച്ചിട്ട് എരിവ് ചേർത്തൊക്കെ കഴിക്കാമെന്ന് പറയും. കറി കൂട്ടി കഴിക്കാം, അല്ല കുഴച്ച് കഴിക്കാം, വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ ഇട്ട്. ഈ പൊട്ടറ്റോയ്ക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമുക്ക് ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് സ്വീറ്റ് പൊട്ടറ്റോയിൽ. അപ്പോൾ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ദഹന പ്രക്രിയയൊക്കെ ഉണ്ടാകും. എൻ്റെ ചെറിയ അറിവാണ്, അത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ബൈ.